ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ മറ്റൊരു മനോഹരമായ വിവാഹത്തിന് തന്നെ സാക്ഷിയാവുകയാണ്. ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ച ശിവൻ പ്രകാശിന്റെയും ചന്ദ്രയുടെയും വിവാഹം ഇന്ന് 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് അറിയിച്ചു. ഇക്കാര്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ശാലിനിയും എത്തണമെന്ന് പറഞ്ഞപ്പോ സമയത്ത് ഞാനിങ്ങ് എത്തിക്കൊള്ളാമെന്നും വരുന്ന വഴിക്ക് പ്രകാശിനെ താൻ കണ്ടിരുന്നുവെന്നും മാത്രമല്ല ഈ വിവാഹത്തിന്റെ കാര്യങ്ങൾ മറ്റാരോടും പറയേണ്ടതില്ല എന്നും വളരെ രഹസ്യമായി തന്നെ ഈ വിവാഹകാര്യം മുന്നോട്ട് നയിച്ചാൽ മതിയെന്നും മാത്രമല്ല വിവാഹത്തെ ഇല്ലാതാക്കാനായി ശ്രമിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് കൂടി ശിവനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ അതിന് മുന്നോടിയായിട്ട് ഇവിടെ വെച്ച് ഒരു അറ്റംപ്റ്റ് ഉണ്ടായെന്നും അതിൽ വേലായുധന്റെ മകൾ റാണിക്കാണ് പരിക്കേറ്റതെന്നുമുള്ള വിവരം ശിവൻ ശാലിനിയെ ധരിപ്പിച്ചു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുള്ള കാര്യം ശിവന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് അന്വേഷിച്ചപ്പോ തനിക്കത് അറിയാമെന്ന് ശിവൻ അറിയിച്ചു. വേണ്ട, എന്നോട് പറയണ്ട എന്ന് ശാലിനി ശിവനോട് ഓർമ്മിപ്പിച്ചു. മാത്രമല്ല അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആള് അതിന്റെ യഥാർത്ഥ കുറ്റക്കാർ ആരാണെന്നുള്ള കാര്യം താൻ പറഞ്ഞു തരേണ്ടതില്ല ഇല്ല എന്നുകൂടി ശിവനോട് ശാലിനി ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് ശിവൻ പറഞ്ഞത്, വിവാഹത്തിന്റെ ചുമതലകളെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നതും വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് കമലിനെയാണെന്നും കമലിന് അതിന് വേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്തോളുമെന്ന് അറിയിച്ചപ്പോ കമലിനെ ആണെങ്കിൽ പോലും എല്ലാത്തിലും ശിവന്റെ മേൽനോട്ടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്നും താൻ കൃത്യസമയത്ത് അവിടേക്ക് എത്തിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് ശാലിനി ഫോൺ വെച്ചു. അപ്പോഴേക്കും ശാലിനി പെട്ടെന്ന് ചിന്തിച്ചു, ഇതിന്റെ പിന്നിലെല്ലാം കളിച്ചിട്ടുള്ളത് മാണിക്കോത്തും മഹേന്ദ്രൻ തന്നെയാണ് എന്ന്. മഹേന്ദ്രന്റെ പേര് ഉരുവിട്ടുകൊണ്ട് ശാലിനി ആലോചനയെ മുഴുകി നിന്നു. അപ്പോഴായിരുന്നു മഹേന്ദ്രന്റെ പക്കലേക്ക് ലാസർ തനിക്ക് പറ്റിയ ആ അമളി പറയാനായി പാഞ്ഞെത്തിയത്. ലാസറിനോട് മഹേന്ദ്രൻ തട്ടിക്കയറുന്നു. ഇത്രയും നാളും നിനക്ക് ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും വലിയൊരു ബോഡി ഗാർഡ് ആണെന്ന് പറഞ്ഞ് നടന്നാൽ മാത്രം പോരായില്ലെന്നും ഓരോ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന കാര്യം കൂടി മനസ്സിലാക്കണമെന്ന് കൂടി മഹേന്ദ്രൻ ദേഷ്യത്തോടെ ലാസറിനോട് പറയുന്നു. നീ ചെയ്തു കൂട്ടുന്ന അല്ലെങ്കിൽ നീ ചെയ്തു വെക്കുന്ന പ്രവർത്തികളൊക്കെ നിനക്ക് തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തില്ല എങ്കിൽ നിനക്ക് തന്നെയാണ് അതുകൊണ്ട് ദോഷമുണ്ടാവുന്നത് എന്നുകൂടി മഹേന്ദ്രൻ ലാസറിനെ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളിലൊക്കെ നിനക്ക് വീഴ്ച പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം വീണ്ടും വീണ്ടും ഓരോ ഗുലുമാലിൽ ചെന്ന് പെടുന്നത്. ഇനിയെങ്കിലും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കണം. ഇന്ന് ചന്ദ്രയുടെ വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനം എടുത്തിരിക്കുന്ന വിവരം താൻ അറിഞ്ഞു എന്നറിയിച്ചപ്പോ സ്വാമി പറഞ്ഞു, ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്താനാണ് തീരുമാനമെന്ന് തനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് സ്വാമി മഹേന്ദ്രനോട് അറിയിച്ചു. എല്ലാം കേട്ടതോടെ മഹേന്ദ്രൻ പറഞ്ഞു, ആരാണ് അവൾ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരുവനെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം ഹോമിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ മരിച്ചു പോകുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നിന്നെ ഏർപ്പാട് ചെയ്ത് എന്നിട്ടും അത് കുളമാക്കി വെച്ചിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ലാസർ പറഞ്ഞു, ഞാൻ ഈ മുഖംമൂടി ധരിച്ച് ചെന്നാൽ പോലും ചന്ദ്രകുഞ്ഞിനെ എന്നെ കണ്ട് പരിചയമുണ്ടല്ലോ, അപ്പൊ പിന്നെ അതുകൊണ്ട് എന്താണ് സാർ പ്രയോജനം എന്ന് ചോദിച്ചപ്പോ, കേട്ടില്ലേ സ്വാമി ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, ഇതൊക്കെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നതെന്ന് പോലും ഇവൻ അറിയത്തില്ല. ഞാൻ ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ബഹളം വെച്ചു. അപ്പോഴാണ് ശാരദാമ്മ പൂജാമുറിയിലിരുന്ന് ആകെ സങ്കടത്തോടെ താൻ തെറ്റ് ചെയ്തുവെന്നും താനാണ് നസീറിനെ കൊന്നതെന്നും നസീറിനെ കൊല ചെയ്ത് തന്റെ ഈ കൈകൊണ്ടാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ശാപങ്ങൾ തന്റെ കുടുംബത്തെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ മരണം അതുകൊണ്ട് മാത്രമേ ഇതിനെല്ലാം ഒരു പരിഹാരമാവുകയുള്ളൂ. എത്രയും വേഗം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ താൻ കൂടി ഇല്ലാതാവണം. തന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നതും തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഈ അവസ്ഥയിലാകാനുള്ള കാരണക്കാരി താനാണെന്ന് പറഞ്ഞ് കുറ്റബോധത്തോടെ ശാരദാമ്മ ദേവിക്ക് മുന്നിൽ സങ്കടമേറ്റ് പറയുമ്പോൾ അരികിലേക്ക് എത്തിയ ശ്യാമയും ശാരികയും ശാരദാമ്മയെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. നിങ്ങൾ പറഞ്ഞിട്ടല്ല ഇത്രയും നാൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് അവരെ ഭയപ്പെടുത്തി വിടുകയാണ് ശാരദാമ്മ. പുറത്തേക്ക് പോയവർ അപ്പോഴും ശാരദാമ്മയുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ട് വല്ലാതെ ഭയന്നു. അപ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് വന്നെത്തിയ ഓട്ടോയിൽ നിന്ന് ആരാ ഇറങ്ങുന്നതെന്ന് പ്രതീക്ഷയോടെ അവർ നോക്കിയിരിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ മടങ്ങി വരുന്ന കാഴ്ച കണ്ട് ശ്യാമയ്ക്കും ശാരികയ്ക്കും നല്ല ആശ്വാസം തോന്നി. ഉടൻ തന്നെ അരികിലേക്ക് എത്തിയ ഗോപാലകൃഷ്ണൻ ശാരദാമ്മ എവിടെയെന്ന് അന്വേഷിച്ചു. അമ്മ ഏത് സമയം പൂജാമുറിയിൽ തന്നെയാണെന്നും അമ്മയ്ക്ക് എന്തൊക്കെയോ ഭയങ്ങൾ അലട്ടുന്നുണ്ടെന്നും അമ്മയുടെ മനസ്സിന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്നും എപ്പോഴും അമ്മയുടെ മനസ്സ് കൊല്ലുന്നതിനെ കുറിച്ചും കൊല ചെയ്യപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ ആശങ്കയോടെ പറയുകയാണ് ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അമ്മയുടെ മനസ്സ് ആകെ കൈവിട്ടു പോയ അവസ്ഥയിലാണെന്ന് ശ്യാമ അറിയിച്ചപ്പോ ശാരിക പറഞ്ഞു, അച്ഛാ എത്രയും വേഗം അമ്മ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായി അമ്മയെ നമുക്ക് നഷ്ടമാകൂ എന്നതായിരുന്നു
ഗോപാലകൃഷ്ണനോട് ശാരികയും അറിയിച്ചത്. എല്ലാം കേട്ടതോടെ ഗോപാലകൃഷ്ണൻ ആലോചിച്ചു. ഇനിയും ശാലിനിയെ ശാരദയെ ഇവിടെ നിലനിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് എത്രയും വേഗം ശാരദയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയേ തീരൂ. ഇനിയും ഇവിടെ നിന്നാൽ അവളുടെ മനസ്സ് വല്ലാതെ കൈവിട്ടു പോകുമെന്ന് ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചു. ശാരദ എവിടെയെന്ന് ചോദിച്ച് പൂജാമുറിയിലേക്ക് ഗോപാലകൃഷ്ണൻ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന് പിച്ചമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശാരദാമ്മ. വിഷ്ണു മരിച്ച കാര്യവും നസീർ തന്റെ കൈകൊണ്ട് മരണപ്പെട്ടതുമൊക്കെ വേദനയോടെ ശാരദാമ്മ പറയുന്നത് കേട്ട് അകത്തേക്ക് കയറി ചെന്ന ഗോപാലകൃഷ്ണൻ ശാരദയെ എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും ശാരദാമ്മ അരികിലേക്ക് ഓടിയെത്തി. ഗോപാലേട്ട, നാസർ മരിച്ചതുപോലെ നമ്മുടെ വിഷ്ണുവും എന്ന് പറഞ്ഞ് ശാരദാമ്മ പറയാൻ തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ശാരദ, ഇനി ഒന്നും നീ പറയണ്ട. നീ വാങ്ങാൻ റെഡി ആയിക്കോ, നമുക്ക് പോകാം. ഇനി നമുക്കിവിടെ കഴിയണ്ട, നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ആകെ അങ്കലാപ്പോടെ ഗോപാലകൃഷ്ണനെ നോക്കുകയാണ്. അതല്ല ഗോപാലേട്ട ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞപ്പോ, വേണ്ട, ഇനി ഒന്നും പറയണ്ട. ശ്യാമേ മോളെ, നീ വേഗം അമ്മയുടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യ്. ഞാൻ ഉടൻ തന്നെ അമ്മ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചു. എല്ലാം കേട്ടതോടെ ആകെ അങ്കലാപ്പോടെ ശ്യാമയെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ എവിടേക്കാ അമ്മയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോ, അതൊക്കെ ഞാൻ പറയാം, നീ ഇപ്പൊ ആദ്യം പോയി ബാഗ് എടുത്ത് വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ശ്യാമയും ശാരികയും കൂടി ശാരദാമ്മയുടെ കുറച്ച് ഡ്രസ്സ് ഒരു ബാഗിലേക്ക് എടുത്തു വെച്ചു. ഇതിനിടയിൽ ശാരിക ചോദിച്ചു, എടി മോളെ, ഇക്കാര്യം ശാലിനിയെ വിളിച്ച് അറിയിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, എന്തിനാണ് കുഞ്ഞേച്ചിയെ വിളിച്ച് പറയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കൂടെ പോകുന്നത് വേറെ ആരുടെയും ഒപ്പം അല്ലല്ലോ, അച്ഛന്റെ കൂടെയല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട എന്നറിയിച്ചു. അപ്പോഴും ശാരദാമ്മ വേദനയോടെ ഗോപാലകൃഷ്ണനോട് പറയാൻ ശ്രമിച്ചു. ഗോപാലേട്ട, നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും ശാരദ, ഇനിയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം എനിക്കറിയാം, നീ ഒന്ന് സമാധാനപ്പെട്. അപ്പോഴേക്കും ശ്യാമയും ശാരികയും കൂടി ബാഗ് പാക്ക് ചെയ്ത് ആ ബാഗുമായി ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് എത്തി. ഗോപാലകൃഷ്ണൻ ആ ബാഗ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ശാരദേ, വാ, നമുക്കിറങ്ങാം. നമ്മൾ തിരിച്ചു വരും നമ്മുടെ ഈ വീട്ടിലേക്ക്. നീ ഉണ്ടാക്കിയെടുത്ത നിന്റെ സ്വന്തം ഈ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങിയെത്തും. കുറച്ചു നാളത്തേക്ക് മാത്രം നിനക്ക് അവിടെ നിന്ന് മാറി നിൽക്കണം. അതിനു വേണ്ട അവസ്ഥയിലാണ് നീ ഇപ്പോ. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നത് നല്ലതെന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചപ്പോ ശാരദാമ്മ ശ്യാമയോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ നമ്മുടെ ഹോട്ടലിൽ നോക്കിക്കോണം. അവിടെ വരുന്നവർക്കൊക്കെ രുചികരമായിട്ടുള്ള ഭക്ഷണം തന്നെ നിങ്ങൾ വെച്ച് വിളമ്പണം. നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള അന്നത്തിനുള്ള വഴി നമ്മുടെ ഹോട്ടൽ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് ഗോപാലകൃഷ്ണന്റെ മുന്നിൽ വെച്ച് ശാരദാമ്മ മക്കളോടായിട്ട് അറിയിച്ചു. നീ വാ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കൈ പിടിച്ച് ഗോപാലകൃഷ്ണൻ പിടിച്ചുകൊണ്ടിരുന്ന് പോരുമ്പോ, മക്കളെ, പിന്നെ ഈ പൂജാമുറി എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശാരദയെ മതി, ഇനി അവര് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, നീ വന്നേ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. പടിയിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ശ്യാമേ, ഇനി നീ വേണം ശാരികയെ നോക്കാൻ. നിറവയറാണ്, അതുകൊണ്ട് എപ്പോഴും നിന്റെ കണ്ണിവിടെ ഉണ്ടാവണം. രോഹിത്തിനോട് വൈകിട്ട് ഇവിടെ ഉണ്ടാകാൻ നീ നിർബന്ധം പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ച് ശാരദാമ്മ ഗോപാലകൃഷ്ണനോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങുന്നു. ഓട്ടോയിലേക്ക് ശാരദാമ്മയെ കയറ്റി ഗോപാലകൃഷ്ണനോട് നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ ചോദിച്ചു, അച്ഛാ, എങ്ങോട്ടാ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അതൊക്കെ പറയാം, പക്ഷെ അതിന് സമയമായിട്ടില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് ഇപ്പൊ തൽക്കാലം ശാരദയെ കൊണ്ടുപോകുന്നു എന്ന് മാത്രം എന്ന് പറയുമ്പോൾ ശാരദാമ്മ വേദനയോടെ ആ ഓട്ടോയിലേക്ക് കയറിയിട്ട് തൻ്റെ കുടുംബശ്രീ ഹോട്ടൽ ഒരു നോക്ക് നോക്കി. എന്നിട്ട് ഒന്നും മിണ്ടാതെ ഗോപാലകൃഷ്ണനോടൊപ്പം അവിടെ നിന്ന് ശാരദാമ്മ ആ ഓട്ടോയിൽ പോകുമ്പോൾ വേദനയോടെ മക്കൾ ഇരുവരും നോക്കി നിൽക്കുകയാണ്. ഉടനെ ശാരിക ശ്യാമയോട് ചോദിച്ചു, ഇനി മോളെ, ഇക്കാര്യം ശാലിനിയെ വിളിച്ച് പറയണ്ടേ എന്ന് ചോദിച്ചപ്പം, എന്തിനാ വലിയേച്ചി കുഞ്ഞേച്ചിയെ വിളിച്ചറിയിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മ പോയത് വേറെ ആരുടെയും കൂടെ അല്ലല്ലോ, അച്ഛന്റെ ഒപ്പമല്ലേ. പ്രശ്നങ്ങളൊക്കെ അച്ഛൻ ഇല്ലാതാക്കിക്കോളും എന്ന് ശാരികയെ സമാധാനപ്പെടുത്തി അകത്തേക്ക് കയറി. അപ്പോഴാണ് കളക്ട്രേറ്റിലെ ശാലിനിയുടെ ക്യാബിനിൽ കയറി വന്ന പല്ലവി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടപ്പോ അപ്രതീക്ഷിതമായി അകത്തേക്ക് കയറി വന്ന ജോൺ അബ്രഹാം സംശയപ്പെട്ടു നോക്കി. അത് ശരി, ശാലിനിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ഇവിടെ ഇരുന്ന് വലിയ തിരക്ക് പിടിച്ച ഫോണിലാണല്ലോ. എന്തായിരിക്കും കാര്യം? ഒന്ന് കേട്ടു നോക്കിയാലോ? അല്ലെങ്കിൽ ഒളിഞ്ഞു കേൾക്കുന്നത് ശരിയായ കാര്യമല്ല. സാരയില്ല, എന്താണേലും ഒന്ന് അറിയാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഫോൺ വിളിക്കുന്ന ആരെയാണെന്നറിയാനേ കാതോർത്ത് വന്നു. അനുപല്ലവി ഫോൺ ചെയ്തത് കളക്ടറേറ്റിൽ നിന്ന് നേരെ രജിസ്റ്റർ ഓഫീസിലുള്ള അവിടുത്തെ പ്യൂൺ ദിനകരനെയായിരുന്നു. കോൾ എടുത്തതും ദിനകരൻ ചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതെ, എന്താ, ഞാനിവിടെ കളക്ടറുടെ PA ആണ് അനുപല്ലവിയെ വിളിക്കുന്നത്. കളക്ടറുടെ കസിൻ ബ്രദറിന്റെ വിവാഹം ഇന്ന് അവിടെ വെച്ച് നടത്തുന്നുണ്ട്, അക്കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ, ഓ, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുക. അല്ല, ചെറുക്കനും വെള്ളം കൃത്യസമയത്ത് എത്തുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അതെന്ത് ചോദ്യമാണ് ചേട്ടൻ ഈ ചോദിക്കുന്നത്? അവരില്ലാതെ ചടങ്ങ് നടക്കുവോ എന്ന് ചോദിച്ചപ്പം, അല്ല, സാധാരണ ഇതുപോലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ച് രജിസ്റ്റർ ഓഫീസർ വന്നു കഴിയുമ്പോൾ ചെറുക്കനെയോ പെണ്ണിനെയോ ആരെങ്കിലും ചെറുക്കന്റെ ആളുകൾ വന്ന് ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോകും, പെണ്ണിന്റെ ആളുകൾ വന്ന് പെണ്ണുങ്ങളെ ബലമായി കൂട്ടിക്കൊണ്ടു പോകും. അതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഉണ്ടാവുകയും പെണ്ണും ചെറുക്കനും മാത്രം കൃത്യസമയത്ത് അവിടെ കാണാതെ പോവുകയും ചെയ്യും. അതാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന പതിവ്. അക്കാര്യം ഉദ്ദേശിച്ച് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് ദിനകരൻ അറിയിച്ചപ്പോൾ അനുപല്ലവി പറഞ്ഞു, അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാവില്ല. കൃത്യസമയത്ത് ആളുകളെല്ലാം അവിടെ എത്തിക്കൊള്ളുമെന്ന് പറഞ്ഞ് അനുപല്ലവി ഫോൺ വെക്കുമ്പോൾ ഇതെല്ലാം കേട്ടു നിന്ന ജോൺ അബ്രഹാം ഇത് ശാലിനിക്കെതിരെയുള്ള പുതിയൊരു കെണിയാണല്ലോ എന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് വിവാഹത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രകാശിന്റെ കാറ് വരുന്ന വഴി ലാസറും ടീമും തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് പ്രകാശിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ലാസറിനെയും സംഘത്തെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ശിവന്റെ ജീപ്പ് വന്നു നിന്നത്. ശിവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി ലാസറിനെയും മറ്റു ഗുണ്ടകളെയും പെരുമാറിയിട്ട് അവിടെ നിന്ന് പ്രകാശിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നേരെ കളക്ടർ കളക്ടർ കൂടി വന്നെത്തിയിരിക്കുന്ന രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തി. ശാലിനി ഇതിനോടകം നേരത്തെ തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. പ്രകാശം വരാൻ വൈകിയതോർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അവരോടെല്ലാവരോടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നും ഉടൻ തന്നെ വിവാഹം നടക്കുമെന്നും അതിനെ ചൊല്ലി ആരും പേടിക്കേണ്ടതില്ല എന്നും അറിയിച്ചു. പ്രകാശ് അകത്തേക്ക് കയറി വന്നതോടെ ശാലിനി ചോദിച്ചു, എന്തുപറ്റി പ്രകാശെ, എന്താ ഇത്ര വൈകിയത്? അപ്പോഴേക്കും പ്രകാശ് പറഞ്ഞു, വഴിയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനും ഈ വിവാഹം മുടക്കാനുമായിട്ടുള്ള ഒരു നീക്കം നടന്നിരുന്നു. അവിടെ കൃത്യസമയത്തെത്തി എത്തി ശിവേട്ടനാണ് തന്നെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ഇവിടെ എത്തിച്ചതെന്നുള്ള കാര്യം അറിയിച്ചു. എന്നാൽ ഇനി സമയം കളയേണ്ട സമയമായി, രജിസ്റ്ററിനുള്ള സമയമായി എന്ന് പറഞ്ഞ് രജിസ്ട്രാറുടെ മുന്നിലേക്ക് അവരെയും കൂട്ടിക്കൊണ്ട് ശാലിനിയും മറ്റെല്ലാവരും പോകുന്നു. അങ്ങനെ കമലിനും വേലായുധനും റാണിയും അങ്ങനെ അവർക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരു പറ്റം ആളുകൾക്ക് മുന്നിൽ വെച്ച് പ്രകാശിന്റെയും ചന്ദ്രികയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം വിവാഹം വരണമാല്യം കൈമാറി അവർ അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ഫോട്ടോയും എടുത്ത് അവരെ കൊണ്ട് രജിസ്റ്റർ ബുക്കിൽ സൈൻ ചെയ്യുകയും ചെയ്തു. ഇനി മംഗളകരമായി എല്ലാം അവസാനിച്ചതും എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞപ്പോൾ പ്രകാശിന്റെയും ചന്ദ്രയുടെയും കഴുത്തിൽ കിടന്നിരുന്ന മാലകൾ ശിവൻ ഊരിയെടുത്തു. പ്രകാശിന്റെ മാല ഊരി ശിവനും കയ്യിൽ പിടിച്ച് അവിടെ ഇരുന്ന ചന്ദ്രയുടെ മാലയൂരി ശാലിനിയുടെയും കയ്യിൽ ശിവൻ വെച്ചു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ആ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രജിസ്ട്രാറുടെ ക്യാബിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ കാഴ്ച കണ്ട് കൃത്യമായി തന്നെ മൊബൈലിൽ പകർത്തിയെടുക്കാനായി ശാലിനിക്കും ശിവനുമെതിരെ പുതിയൊരു തുറപ്പുചീട്ടുമാക്കി അത് മാറ്റുന്നതിന് വേണ്ട പദ്ധതി പ്ലാൻ ചെയ്ത് ജോൺ അബ്രഹാം പറഞ്ഞനുസരിച്ച് ആ യൂട്യൂബ് ചാനലുകാരൻ വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഉടനെ ശിവന്റെയും ശാലിനിയുടെയും രണ്ടുപേരുടെയും കൈകളിൽ മാലയിരിക്കുന്ന ആ ചിത്രം തന്റെ ഫോണിൽ ആ വീഡിയോയും ചിത്രവും പകർത്തിയെടുത്ത് അത് ആദ്യം കിട്ടേണ്ട ആളുടെ അടുത്ത് തന്നെ അത് എത്തിക്കുന്നു. ഡെയ്സിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തതോടെ ആ കാഴ്ച കണ്ട് ആകെ ദേഷ്യപ്പെട്ട് ആകെ വിറച്ചു നിൽക്കുകയായിരുന്നു ഡെയ്സി. അപ്പോഴേക്കും തൻ്റെ കയ്യിൽ കിട്ടിയ ആ ന്യൂസ് വെച്ച് പുതിയൊരു ഗോസിപ്പ് മെനഞ്ഞുണ്ടാക്കി യൂട്യൂബർ തൻ്റെതായ രീതിയിൽ ശാലിനിയോടും ശിവനോടുമുള്ള പ്രതികാരം വീട്ടാനായുള്ള നീക്കങ്ങൾ നടത്തുന്നു.